കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി, ഇടുക്കിയിൽ സംഗീത വിശ്വനാഥൻ. BDJS പട്ടിക പൂർത്തിയായി. മുന്നണിയിൽ അതൃപ്തി പുകയുന്നതിനിടെ കോട്ടയത്തും ഇടുക്കിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BDJS. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ സംഗീത വിശ്വനാഥനുമാണ് സ്ഥാനാർത്ഥികൾ. ഇടത് വലതു മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും BDJS പ്രഖ്യാപനം വൈകുന്നതിൽ മുന്നണിയിൽ അതൃപ്തി ശക്തമായിരുന്നു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിക്കിടെ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയെ BJP ദേശീയ നേതൃത്വമാണ് പ്രഖ്യാപിക്കുകയെന്ന നിലപാടിലായിരുന്നു BDJS. കോട്ടയത്ത് UDFും LDFും ഒരു മാസം മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയിരുന്നു. ഇതിനുശേഷവും BDJS സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതാണ് മുന്നണിക്കുള്ളിൽ കല്ലുകടിക്ക് കാരണമായത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് അണികളെ നിരാശരാക്കുമെന്ന നിലപാടിലാണ് BJP പ്രാദേശിക നേതൃത്വം. ആശങ്കയും അതൃപ്തിയും നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു. എന്നാൽ റബ്ബറിന് 250 രൂപ വില നിശ്ചയിക്കാതെ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന നിലപാടിലാണ് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. തുഷാറിൻ്റെ ഈ പ്രതികരണം അനുചിതമെന്നും വിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥി ആരെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തത് കടുത്ത പ്രതിസന്ധിയാണ് മുന്നണിയിൽ സൃഷ്ടിച്ചിരുന്നത്. നേരത്തെ ചാലക്കുടി, മാവേലിക്കര മണ്ഡലങ്ങളിൽ BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും കോട്ടയം, ഇടുക്കി സീറ്റുകൾ ഒഴിച്ചിടുകയായിരുന്നു. കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടുന്ന കോട്ടയം മണ്ഡലത്തിലേക്ക് തുഷാർ കൂടി എത്തുന്നതോടെ കനത്ത മത്സരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ എതിരാളിയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി.